ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വിജുവാല 2.0. നമ്മളെല്ലാവരും മോഡൽ എക്സാമും പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും 17-ാം തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ എക്സാമിലെ പ്രിപ്പറേഷൻസിന് മുന്നേ നിങ്ങളുടെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയൊരു സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി അല്ലേ. ഒരുപാട് കുട്ടികൾക്ക് ഒരേപോലെ എളുപ്പവും സംശയവും വരാട്ടാം. 2 മാർക്കും നമുക്കിപ്പോൾ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ ഡിസപ്പോയിൻ്റ് ആക്കിയ ഒരു സബ്ജക്റ്റും കൂടിയാണ്. നമുക്ക് പ്രോബ്ലംസ് കുറഞ്ഞിട്ട് ജേർണലിനും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുകയാണ് അവരെന്തിനു ചെയ്തത്, ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരെ ചെയ്തത്. സോ നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പ്രോബ്ലംസ് മാത്രം പഠിച്ച് ജയിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള സംശയങ്ങളിലൂടെയൊക്കെ നിങ്ങൾ പോവാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ വെയിറ്റേജ് ഒന്ന് നോക്കി നോക്കാം. വെയിറ്റേജ് പ്രകാരം എങ്ങനെയാണ് ക്ലാസ്സിൻ്റെ പഠിത്തത്തിൻ്റെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് നോക്കി നോക്കാം. ഓരോ ചില പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലേ, ചില പാഠമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് മുന്നേ നമ്മുടെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ 2 വീക്സ് ഒക്കെ ആയി തുടങ്ങി. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കുട്ടികൾ കാണുന്നുണ്ട്, ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അത് കഴിഞ്ഞ് റെക്കോർഡ് ക്ലാസ്സസും നോട്ട്സൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, മാർച്ച് വരെ കഴിയും. അപ്പോൾ അക്കൗണ്ടൻസിയുടെ പ്രോബ്ലംസ് ഒന്നും അറിയില്ല, ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികളൊക്കെ ഇനിയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മിസ്സിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. 7907664613 അതിലേക്കൊന്ന് കോൺടാക്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അത് കണ്ട് നിങ്ങൾക്ക് പഠിക്കാം. എക്സാം കഴിയുന്നത് വരെ മാർച്ച് മാസം വരെ നിങ്ങൾക്ക് ആ ക്ലാസ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. പേഴ്സണലി നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഹെൽപ്പ് ആയിരിക്കും. ഇപ്പോൾ അക്കൗണ്ടൻസിയോടുള്ള പേടി വരെ മാറ്റാം. ഒന്നും അറിയില്ലെങ്കിൽ ഇനിയുള്ള ഈ ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ പഠിച്ചാൽ മാത്രം മതി. നമ്മളിനി എന്താ പറയുക, ക്ലാസ്സുകൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ, അതും കൂടിയും പറയുകയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റേജിലേക്ക് കടക്കാം. അപ്പോൾ അക്കൗണ്ടൻസിയുടെ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ മിസ്സുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കുട്ടികൾക്കും AFS കുട്ടികളുടെയും സെപ്പറേറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സെപ്പറേറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് AFS കുട്ടികൾക്ക് വരിക. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഓരോ പാഠം എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ പാർട്ട് 1ലേക്ക് കടക്കുമ്പോൾ ഇതിന് ശേഷം നമ്മൾ ചാപ്റ്റർ വൈസ് ടോപ്പിക്സുകൾ ഇടും കേട്ടോ. അതായത് ഇപ്പോൾ വെയിറ്റേജ് മാത്രമേ ഇടുന്നുള്ളൂ, ഇതിന് ശേഷം നമുക്ക് ചാപ്റ്റർ വൈസ് ടോപ്പിക്സുകൾ ഇടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെയിറ്റേജ് ഇടുമ്പോൾ കറക്റ്റ് ആ മാർക്കിന് തന്നെ വെയിറ്റേജ് പ്രതീക്ഷിക്കരുത്. അപ്രോക്സിമേറ്റ് ആണ്, അതിന് കൂടാം അല്ലെങ്കിൽ കുറയാം. എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള പാഠം ഏതാണെന്ന് മനസ്സിലാവും. അപ്പോൾ പാർട്ട് 1ൽ 4 പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ, അവിടെ നമുക്ക് 12 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നമുക്ക് കാണുന്നത്. 12 മാർക്ക് എന്ന് പറയുമ്പോൾ അതിൽ P&L അപ്രോപ്രിയേഷൻ ഉണ്ട്, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഗ്യാരണ്ടി, തിയറി ക്വസ്റ്റ്യൻസ് എല്ലാവരും അതിലുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം. ഇനി അഡ്മിഷൻ്റെ പാഠത്തിൽ നമുക്ക് 16 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് കാണുന്നത്. ഇത് 2024 വെച്ചിട്ടുള്ളതാണ്. ഏകദേശം ഇതൊക്കെ തന്നെയാണ് 2025 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, നമുക്ക് 16 മാർക്ക്. ഇവിടെ നമുക്ക് ഒന്നുകൂടി വെയിറ്റേജ് കൂടുതലാണ്, ബിക്കോസ് ഇവിടെ നമുക്കൊരു 8 മാർക്കിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ഒരുപാട് നമുക്ക് essay ക്വസ്റ്റ്യൻ ഇവിടെ നിന്നാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡുകാരെ സംബന്ധിച്ച് 8 മാർക്കാണ്. AFS കുട്ടികളുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലേ നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് ഇത്തവണ ക്രിസ്മസ് പരീക്ഷയ്ക്ക് 6 മാർക്കിൻ്റെ 3 പ്രോബ്ലം തന്നിട്ട് 2 അറ്റൻഡ് ചെയ്യാനാണ് വന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ 3ൽ 3 അറ്റൻഡ് ചെയ്യാൻ, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ എല്ലാം പഠിക്കണം. റിട്ടയർമെൻറ്റ് പാഠത്തിൽ നമുക്ക് 11 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. അവിടെയും നമുക്ക് പ്രോബ്ലംസും ഉണ്ട്, തിയറീസും ഉണ്ട്, ജേർണൽസ് ഉണ്ട്. ഓക്കെ, ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേമിൽ 12 മാർക്കിൻ്റെ വെയിറ്റേജ്, അവിടെയും നമുക്ക് 8 മാർക്ക് ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ റിയലൈസേഷൻ, അതെല്ലാം നമുക്ക് വരും. അപ്പോൾ ഈ ഓരോ അക്കൗണ്ടുകളും നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്രാഷ് ബാച്ചിൽ ഫസ്റ്റത്തെ 3 ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്രോബ്ലംസും ജേർണൽസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 4ാമത്തെ പാഠം കൂടി എടുത്തു കഴിഞ്ഞാൽ പാർട്ട് 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത പാർട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കുട്ടികളാണ്. ഇവർക്ക് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല, പ്രാക്ടിക്കൽസ് മാത്രം ഒന്ന് പേടിച്ചാൽ മതി അല്ലേ. പ്രാക്ടിക്കൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ ഭാഗംസ് ചെയ്യാനുണ്ട് ലാബ് വഴി. ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം 5 മാർക്കാണ് കേട്ടോ വരുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ കമ്പോണൻസ് ഓഫ് CAs അതൊക്കെയാണ് വരിക. സ്പ്രെഡ്ഷീറ്റും നമുക്ക് 5 മാർക്ക്, നമുക്ക് 20 മാർക്കാണ് കേട്ടോ അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. 20 മാർക്കിൻ്റെ യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് 4 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് കാണുന്നത്. ദെൻ ഗ്രാഫിൻ്റെ പാഠത്തിലും 4 മാർക്കിൻ്റെ വെയിറ്റേജ് തന്നെയാണ്.
ഗ്നൂകാട്ട, അതായത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ് ഗ്നൂകാട്ടയിലാണ് നമുക്ക് കുറച്ചും കൂടി വെയിറ്റേജ് ഒന്നും കൂടി കൂടുതൽ കാണാനുള്ളത്. ഗ്നൂകാട്ടയിലാണ്. അവിടെ നമുക്ക് വൗച്ചേഴ്സ്, ടൈപ്പ്, യൂസ്, ഷോർട്ട് കട്ട് കീസ് ഒക്കെ പഠിക്കാം. DBMS 4 മാർക്ക്. അപ്പോൾ ഇതിലിപ്പോൾ വെയിറ്റേജ് ഇങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ 2 മാർക്കിനാണ് DBMS ഇട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മളതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം നിങ്ങൾ ഈ 6 പാഠം. ഓക്കെ, നല്ല പോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ദെൻ AFS കുട്ടികൾക്ക് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ, അവിടെ 16 മാർക്കിൻ്റെ വെയിറ്റേജ് കാണുന്നുണ്ട്. അതായത് അവിടെ നമുക്ക് 1-ാം പാഠം തന്നെ പഠിച്ചാൽ നമുക്ക് ഏകദേശം പാസ്സാവാനുള്ള മാർക്ക് അതിലുണ്ട്. കാരണം നമുക്ക് 1-ാം പാഠത്തിലെ ജേണൽസ് ആണ് കൂടുതൽ. ജസ്റ്റ് ജേണൽ എൻട്രി എങ്കിലും പഠിക്കാം. എമൗണ്ട് എഴുതാറിഞ്ഞില്ലെങ്കിലും തീരെ പറ്റാത്ത കുട്ടികൾ അതിൻ്റെ ജേണൽ എൻട്രിയിലും പഠിക്കുക. അപ്പോൾ 8 മാർക്കിൻ്റെ ജേണൽ എൻട്രി, 3 മാർക്കിന് 2 തരം ജേണൽ എൻട്രീസ് വരാം. ഓക്കെ, ഇത് ഡിപെൻഡൻ്റെ പാർട്ടിൽ 8 മാർക്ക്. കാരണം 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവർക്കുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് 5 മാർക്ക്. അതിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ഓരോന്നിലും എന്ത് ഹെഡിങ് ആണ് വരിക എന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അത് ഓവറായിട്ട് പഠിച്ച് സമയം കളയണ്ട. AFS അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അവിടെ കമ്പാരേറ്റീവ്, കോമൺ സൈസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് പഠിക്കേണ്ടത്. റേഷ്യോ അനാലിസിസ് നമുക്ക് 9 മാർക്കിൻ്റെ വെയിറ്റേജ് കാണുന്നുണ്ട്. കാരണം അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതൊക്കെ നമുക്ക് തിയറി ആയിട്ടും ചോദിക്കും. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും 8 മാർക്കിന് കാണുന്നില്ല. അത് നമുക്ക് മേ ബി ഓർ ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ 4-5 മാർക്കിനും ചോദ്യം കാണാറുണ്ട് പ്രോബ്ലംസ് ആയിട്ട്. നമ്മൾ AFS നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ AFS ഇന്ന് മുതലാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് തുടങ്ങുന്നത്. നമ്മൾ പാർട്ട് 1 സെറ്റാക്കി വെച്ച് അങ്ങനെയാണ് നമ്മളെ ക്ലാസ്. പ്രാക്ടിക്കൽസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ലോഗായിട്ട് ക്രാഷ് ബാച്ച് പോകുന്നത്. അപ്പോൾ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം ഒന്ന് ഡീറ്റെയിൽസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ജോയിൻ ചെയ്യുക. അല്ലാത്ത കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുക. ഇപ്പോൾ വെയിറ്റേജ് നിങ്ങൾക്ക് അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വെയിറ്റേജ് അറിയാത്ത ഒരാളും പഠിക്കാതിരിക്കരുത്. വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാഠം ഭാഗം ഫസ്റ്റ് പാർട്ട് തന്നെയാണ്. കാരണം ആ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ജയിക്കാനുള്ളതുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിനും സെക്കൻഡ് പാർട്ടിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് നൽകാൻ ശ്രദ്ധിക്കുക. ഒരേപോലെ ഇമ്പോർട്ടൻസ് നൽകിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ പാസ് ആവാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് വാങ്ങണമെങ്കിൽ 2 എണ്ണത്തിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ ഡിയേഴ്സ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായി കണ്ട് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിനി വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരും ക്ലാസ്സിനോടനുബന്ധിച്ചിട്ട്. ആർക്കെങ്കിലും ക്രാഷ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ എവ്രി വൺ, താങ്ക് യു സോ മച്ച്.